നമ്മുടെ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം. നമ്മുടെ പെൺമക്കൾ ആ വിദ്യാഭ്യാസത്തിന്റെ രീതിയിലൂടെ വളരണം. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. നാദിയ വിമൻസ് അക്കാഡമി, എന്തിനാണ് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു അക്കാഡമി? ആ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള അക്കാഡമികൾ അവരുടെ ശരിയായ സത്വബോധത്തെ വളർത്താൻ കഴിയുന്ന ഇൽമിന്റെ വഴികൾ ഇന്ന് നമ്മുടെ ഇടയിൽ എവിടെയാ ഉള്ളത്? നമ്മുടെ ഇടയിൽ ഏതു ഭാഗത്താണ് അങ്ങനെയുള്ള വഴികൾ നമ്മുടെ മുമ്പിലുള്ളത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ മക്കയിലെ സ്ത്രീകൾക്ക് മുഴുവനും ഒരു വലിയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമെന്ന് പറയാമെന്നതാണ് നബിയെ. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങളോട് ആ മദീനയിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഭർത്താക്കന്മാരായ പുരുഷന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവര് പാതിരാത്രിയിൽ തിരിച്ചു വരുന്നത് വരെ അങ്ങയുടെ കൂടെ സഹവസിക്കുന്നുണ്ട്. വയുസല്ലൂന മഅക, അങ്ങയുടെ കൂടെ നമസ്കരിക്കുന്നുണ്ട്. വയഅ്തമിറൂന മഅക, അങ്ങയുടെ കൂടെ അവര് ഉംറ നിർവഹിക്കുന്നുണ്ട്. വയുജാഹിദൂന മഅക യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങയുടെ കൂടെ അവര് ജിഹാദിന് പുറപ്പെടുന്നുണ്ട് നബിയെ. പക്ഷേ അങ്ങയോടുള്ള സഹവാസം ഞങ്ങൾക്കില്ലല്ലോ. വീട്ടിലിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയോട് സഹവസിക്കാനോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നമസ്കരിക്കാനോ അനുവാദമില്ലല്ലോ നബിയെ. അതുകൊണ്ട് വീട്ടിൽ വന്നാൽ അവര് ഞങ്ങളോട് പ്രതിഫലം പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുകയാ നബിയെ. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ തോൽപ്പിക്കുകയാ. അതുകൊണ്ട് മദീനയിലെ മുഴുവൻ സ്ത്രീകൾക്കും ഒരു വലിയ പരിഹാരം വേണം. മദീനയിലെ സ്ത്രീകൾ വലിയ സങ്കടത്തിലാണെന്ന് ഇതൊക്കെ പറയുമ്പോ എന്റെ സഹോദരിമാർക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. തങ്ങളുടെ ഭർത്താക്കന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ധാരാളം ചെയ്യുകയും തങ്ങൾ ആ മാർഗത്തിൽ പുറകിലായി പോവുകയും ചെയ്ത വല്ലാത്ത സങ്കടം അവരുടെ ഹൃദയത്തെ കീഴടക്കിയപ്പോ ആ സമയത്ത് മഹദിയായ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് മദീനത്തിലെ സ്ത്രീകളുടെ പ്രതിനിധിയായി വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, ഞങ്ങൾക്കും ഒരു ദിവസം അങ്ങ് മാറ്റിവെച്ചേ മതിയാവൂ. മദീനയിലെ സ്ത്രീകളുടെ ആവശ്യത്തിന്, അവരുടെ ആവലാതിക്ക് പരിഹാരം കാണാനാണ് അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ആഴ്ചയും യൗമൽ ഇത്നൈനി, തിങ്കളാഴ്ച ദിവസം മദീനയിലെ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ ആ ഹബീബായ നബി തങ്ങളെ സ്ത്രീകൾ വന്ന് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ, കർമ്മശാസ്ത്രം പഠിക്കാൻ, അതിന്റെ ഹദീസുകൾ പഠിക്കാൻ, അല്ലാഹുവിന്റെ ദീനിന്റെ ആത്യന്തികമായ അറിവ് നുകരാൻ ആ മദീനത്തിലെ സ്ത്രീകൾ സ്വമേധയാ മുന്നോട്ട് വന്നപ്പോ എല്ലാ ആഴ്ചയിലും യൗമൽ ഇത്നൈനി, എല്ലാ തിങ്കളാഴ്ചയും സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച സമയത്ത് ആദ്യത്തെ തിങ്കളാഴ്ച അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ മദീനയിലെ സ്ത്രീകൾ ഒരുമിച്ച് കൂടുകയും ഹബീബായ നബി തങ്ങൾ അവർക്ക് ആദ്യത്തെ ക്ലാസ് എടുക്കുകയും ചെയ്തു. ആദ്യത്തെ ക്ലാസ്സിലാണ് പറഞ്ഞത്, യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീകളുടെ സമൂഹമേ, അല്ലാഹുവിന്റെ ഹബീബ് ആദ്യമായിട്ട് മദീന, ഓ സ്ത്രീകളുടെ സമൂഹമേ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് അല്ലാഹു ഒരു കുട്ടിയെ ഗർഭം ധരിക്കുകയും അത് ഗർഭധാരണത്തിന്റെ പൂർണ്ണാവസ്ഥയിലോ അതല്ല പ്രസവിച്ച ഉടനെയോ നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലാഹു 3 മക്കളെ തരികയും ആ മക്കൾ പ്രസവിച്ച ഉടനെ മരണപ്പെടുകയും ചെയ്തു പോയാൽ കാനലഹാ ഹിജാബൻ മിനന്നാർ,
ഗർഭത്തിന്റെ ഉള്ളിൽ വെച്ചോ വയറ്റിൽ വെച്ചോ, അതല്ല പ്രസവിച്ച ഉടനെയോ 3 മക്കൾ ഒരു പെണ്ണിന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് വരുമ്പോ ആ 3 പേരും ആ ഉമ്മയെ നരകത്തിലോട്ട് പോകാനുള്ള മറയായി നിൽക്കും. അള്ളാഹുവേ അള്ളാഹുവേ, ഇതെന്റെ പൊന്നുമ്മയാണ്, അള്ളാഹുവേ ഇതെന്റെ പൊന്നുമ്മയാണ്, എന്നെ വല്ലാതെ നൊന്ത് പ്രസവിച്ച പേറ്റുനോവ് അനുഭവിച്ച ഉമ്മയാണ്, എന്റെ ഉമ്മയെ നരകത്തിലേക്ക് വിടല്ലേ അല്ലാ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങള്, മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾ, പ്രസവിച്ച ഉടനെ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ നാളെ പരലോക നാള് അല്ലാഹുവിന്റെ നരകത്തിന്റെ മുമ്പ് ആ ഉമ്മയുടെ മുമ്പിൽ ഒരു മറയായി നിൽക്കുമെന്ന് ഹബീബ് പറഞ്ഞപ്പോ കേട്ടിരുന്ന സ്ത്രീകൾ ചോദിച്ചു, നബിയേ അബൈതിനൈനി യാ റസൂലല്ലാഹ്, നബിയെ 2 മക്കളാണെങ്കിലോ? അതെ, 2ആണെങ്കിലും അങ്ങനെ തന്നെ. അസ്മാ റളിയല്ലാഹു തആല പറയാ, അക്കൂട്ടത്തിൽ അങ്ങനെ അബോർഷൻ ചെയ്യപ്പെട്ടു പോയ, ഗർഭധാരിണിയായി മരണപ്പെട്ടു പോയ, പ്രസവിച്ച ഉടനെ കുട്ടികൾ മരിച്ചുപോയ ധാരാളം സ്ത്രീകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർക്ക് വല്ലാത്ത സന്തോഷമായി. ആ സന്തോഷത്തിന്റെ ഇടയിൽ ഒരാളുടെ കാര്യം ചോദിക്കാൻ ഞങ്ങൾ മറന്നുപോയി. ഒരു കുട്ടിയാണ് മരിച്ചു പോയതെങ്കിൽ ആ പ്രതിഫലം കിട്ടുമോ നബിയെ എന്നല്ലാന്റെ റസൂലിനോട് ചോദിക്കാൻ ഞങ്ങൾ മറന്നുപോയെന്ന് മഹാനായ മഹദിയായ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹാ. സഹോദര, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. മദീന നഗരത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിസരത്തിന് താരാട്ട് പാട്ടുപാടിയ മദീന നാഗരികതയിൽ ജീവിച്ചിരുന്ന സ്ത്രീ സമൂഹം അറിവ് പഠിക്കാനും ഫിഖ് പഠിക്കാനും കർമ്മശാസ്ത്രം പഠിക്കാനും അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ ആവലാതി പറഞ്ഞ് എല്ലാ തിങ്കളാഴ്ചയും ഹബീബിന്റെ വീടിന്റെ മുമ്പിൽ സദസ്സുണ്ടാക്കിയ ചരിത്രം അറിയുമോ? നമ്മുടെ മഹല്ലുകളിലെ സ്ത്രീകൾക്കൊരു ക്ലാസ് വേണ്ടേ? മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സ്ത്രീ സമൂഹത്തിന് തർബിയത്ത് കൊടുക്കണ്ടേ? നമ്മുടെ മഹല്ലുകളുടെ പരിസരങ്ങളിൽ ആ സംബോധനം ഉണ്ടാവണ്ടേ? ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അങ്ങനെ ഹബീബായ നബി തങ്ങൾ അവർക്ക് വാള് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല പെണ്ണുങ്ങൾക്കൊരു ബ്രേക്ക് അനുവദിച്ചു. അള്ളാന്റെ റസൂല പെണ്ണുങ്ങൾക്കൊരു വിശ്രമം കൊടുത്തു. കുറെ നേരം പഠിച്ചു കഴിഞ്ഞപ്പോ സ്കൂളിൽ ഇന്റർവെല്ല് കൊടുക്കുന്നത് പോലെ ഹബീബ് പറഞ്ഞു, ഓ സ്ത്രീകളെ ഒന്ന് വിശ്രമിച്ചു കൊള്ളുക. അങ്ങനെ വിശ്രമിക്കാൻ അനുവാദം കൊടുത്തപ്പോ ആ സ്ത്രീകൾ അള്ളാന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് കളിക്കാനും ചിരിക്കാനും തുടങ്ങി. ഹബീബിന്റെ മുമ്പിലിരുന്ന് കളിക്കാനും ചിരിക്കാനും തുടങ്ങി. അവർക്ക് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ആ ഹബീബിനോടുള്ള ബഹുമാനം പോലും മനസ്സിൽ നിന്ന് മാറിയിട്ട് ആ പെണ്ണുങ്ങൾ കളിച്ചും ചിരിച്ചും നടന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വന്നത്. ആരോ പറഞ്ഞു, പെണ്ണുങ്ങളെ ഉമർ വരുന്നുണ്ട്. മദീനയിലെ സ്ത്രീകൾ മുഴുവനും ഹിജാബിന്റെ പുറകിലേക്ക് ഒളിച്ചു. അതേവരെ കളിച്ചും തിരിച്ചു കൊണ്ടിരുന്ന മദീനത്തെ പെണ്ണുങ്ങൾ ഹിജാബിന്റെ പുറകിൽ, കുറെ സ്ത്രീകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ ചുമരിന്റെ പുറകിൽ, കുറെ പെണ്ണുങ്ങൾ ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഒളിച്ചിരുന്നപ്പോ അവിടേക്ക് വന്ന ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണ്, യാ ദവാതി അൻഫുസിഹിന്ന, സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്യുന്ന പെണ്ണുങ്ങളെ, അത്തഹ്ബനനി വലാ തഹ്ബനി റസൂലല്ലാഹ്, ഓ സ്ത്രീകളെ, സ്വന്തം ശരീരത്തിന്റെ ശത്രുക്കളെ, ഹബീബായ നബി തങ്ങളെ ഭയപ്പെടാതെ നിങ്ങൾ എന്നെ ഭയപ്പെടുകയാണോ? എന്നെ പേടിച്ചിട്ട് നിങ്ങൾ ഹിജാബിന്റെ പുറകിൽ ഉറക്കുന്നുവോ? ലോകത്തിന്റെ വസന്തം നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോ ഹബീബിന്റെ മുമ്പിലിരുന്ന് നിങ്ങൾ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുവോ? ഉമർ എന്ന് കേട്ടപ്പോ മദീനത്തെ പെണ്ണുങ്ങൾ പേടിച്ചൊളിച്ചിരുന്നെങ്കിലും അതിൽ നിന്നൊരു പെണ്ണ് ധൈര്യത്തോടെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉമറേ, എങ്ങനെയാണ് എന്നെ പേടിക്കാതിരിക്കുക? ഏതിരിക്കുന്നല്ലോ, ഹബീബായ നബി തങ്ങൾ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹ്
റഊഫുൻ റഹീമുൻ സഹിലുൽ ലയ്യിനാ. ആ പെണ്ണ്, ഒരേ ഒരു പെണ്ണ്, പേടിച്ചരണ്ട് നിൽക്കുന്നവരുടെ ഇടയിൽ നിന്നൊരു സ്ത്രീ ധൈര്യം സംഭരിച്ച്, അൻസാരിയായ ഒരു സ്ത്രീ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഉമറേ, നിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും? ഞങ്ങളുടെ റസൂലുള്ള ഉണ്ടല്ലോ, റഊഫുൻ കരുണയുള്ള ആളാ, റഹീമുൻ കൃപയുള്ള ആളാ, സഹിലുൻ ഉദാരവാനാണ്, ലയ്യിന മാർദ്ദവത്തോടെ സംസാരിക്കുന്ന ആളാ. ഞങ്ങളുടെ റസൂലുള്ള ഞങ്ങളോട് ദേഷ്യപ്പെടാറില്ല. ഞങ്ങളുടെ റസൂൽ റഊഫാണ്, റഹീമാണ്, സഹിലാണ്, ലയ്യിനാണ്. പക്ഷേ നീയോ വഅന്ത ഫല്ലന ഗലീലൽ ഖൽബി, വഅന്ത ഫല്ലന ഗലീലൽ ഖൽബി, നീ ഒരു കഠിന പ്രകൃതത്തിന്റെ ഉടമയും നീ വല്ലാത്ത ക്ഷിപ്ര കോപിയുമാണ് ഉമറേ. നിന്നെ ആരാണ് ലോകത്ത് പേടിക്കാതിരിക്കുന്നത്? ഈ സംഭവം നടക്കുന്നത് മദീനത്തെ സ്ത്രീകളുടെ ക്ലാസിന്റെ ഇടയിലാ. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് സങ്കടമായി. ഒന്നും ഉണ്ടായിരിക്കുന്ന ഹബീബിനോട് പറഞ്ഞു, ഹബീബേ, യാ റസൂലല്ലാഹ്, ഈ പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടോ നബിയേ, അങ്ങ് പാവമാണെന്നും ഞാൻ ക്രൂരനാണെന്നും ഇവര് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഒന്ന് തിരുത്താറ് ഈ പെണ്ണുങ്ങളുടെ കൂടെ കൂടി സമ്മതം മൂടുകയാണോ? ഹബീബായ നബി തങ്ങൾ ഉടനെ പറഞ്ഞ മറുപടി, ഉമറേ, ആ പെണ്ണുങ്ങൾ പറഞ്ഞത് സത്യമല്ല ഉമറേ. മാലകൈക ശൈത്താനു സാലികൻ ഫജ്ജൻ കത്തു ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമറേ, നീ ഒരു വഴിയിലൂടെ നടന്നു പോവുകയും എതിർഭാഗത്തൂടെ പിശാച് വന്നാൽ ആ പിശാച് നിന്റെ ദർശനം കിട്ടേണ്ട സമയം പിശാച് പോലെ തിരിച്ചു പോകുന്ന വിധം ലോകത്തെ ഏറ്റവും കിടുകിടാ വിറപ്പിച്ച ഒരു ക്ഷുദ്രപ്രകൃതത്തിന്റെ പ്രതീകമാണ് നീ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരാ, നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ പുരുഷന്മാർക്ക്, നമ്മുടെ മക്കൾക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകാൻ കഴിയുന്ന വിജ്ഞാനത്തിന്റെ വിപ്ലവം തുറക്കണം. അതിനാണ് രാജിയ വിമൻസ് അക്കാഡമി. മദീനയിലാണ് ഇത് ആദ്യം തുടങ്ങുന്നത്. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹയാണ് വന്ന് പറയുന്നത്, നബിയെ, ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ കൂടാൻ ഒരു അവസരം വേണം. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മഹല്ലുകളിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവണ്ടേ? എല്ലാ തിങ്കളാഴ്ച യൗമൽ ഇസ്നൈനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സ്ത്രീകൾക്ക് വേണ്ടി തിങ്കളാഴ്ച ദിവസം മാറ്റിവെച്ചു. അന്നാണ് ഹബീബിന്റെ ക്ലാസ്. ആദ്യത്തെ ക്ലാസ്സിലാണ് ഈ ഹദീസ് പറയുന്നത്. നമ്മുടെ നാട്ടിലോ, നമ്മുടെ മഹല്ല് കമ്മിറ്റികൾക്ക് ബാധ്യതയില്ലേ? പൈസ പിരിക്കാനും കല്യാണം നടത്താനും മരണാനന്തര ചടങ്ങിന് അനുവാദം കൊടുക്കലും മാത്രമാണ് ഒരു മഹല്ല് കമ്മിറ്റിയുടെ ബാധ്യത. അവിടുത്തെ യുവാക്കൾക്ക് ധാർമ്മികത ഉണ്ടാവണ്ടേ? അവിടുത്തെ സ്ത്രീകൾക്ക് ഖുർആൻ പഠിക്കാൻ അവസരം ഉണ്ടാവണ്ടേ? അത് ചെയ്തു കൊടുക്കൽ ഉമറാക്കളുടെയും ഉലമാക്കളുടെയും ബാധ്യതയല്ലേ? അതില്ലാതെ നമ്മൾ ഇങ്ങനെ ആ പെണ്ണ് അതിലെ ഇറങ്ങി പോകുമ്പോ അതിനെതിരെ ഒരു വയല്, ആ പെണ്ണ് തുണിയില്ലാതെ പോകുമ്പോ ഇതിലെ ഒരു വയല്, അവൾ അതിലെ പോകുമ്പോ വേറൊരു വയല്, ഒളിച്ചോടുമ്പോ വേറൊരു പ്രസംഗം. ഇതൊന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ ആ സ്ത്രീകൾക്ക് കൊടുത്ത നമ്മുടെ സാധാ മദ്രസയിലെ മാക്സിമം പോയാൽ ഒരു 10ാം ക്ലാസ്. ഇവിടുത്തെ മദ്രസകളിലൊന്നും ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിനപ്പുറത്തേക്ക് പെൺകുട്ടികൾ പഠിക്കാൻ വരില്ല. വടക്കോട്ട് പോവുകയാണെങ്കിൽ +2 വരെ ഏതാണ്ട് സെക്കൻഡറി മദ്രസകൾ പോലും വടക്കോട്ട് വ്യാപകമാണ്. മഗ്രിബിന് ശേഷമാണ് അവിടെ മദ്രസകൾ നടക്കുന്നത്. ആ മദ്രസയിൽ +2 വരെ പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. ആ +2 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പെൺകുട്ടികൾക്ക് കിട്ടുന്ന ദീനി വിദ്യാഭ്യാസം എവിടെയാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 8ാം ക്ലാസ് കഴിഞ്ഞ് സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ മദ്രസയുമായുള്ള ബന്ധം പെൺകുട്ടികൾക്ക് തീർന്നു. പിന്നെ ഒരു +1നും +2നും പോയാൽ ആ സമയത്താണ് ചെറിയ പ്രണയങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ മുട്ടിട്ട് തുടങ്ങുക. 10ാം ക്ലാസ് വരെ ഒരു പെൺകുട്ടി, പണ്ടൊക്കെ ഞാനൊരു ചെറു കൊച്ചാണ്, ഉപ്പാന്റെ ഉമ്മാന്റെ കണ്ണിന്റെ കീഴിലൊക്കെ ഒരു 10ാം ക്ലാസ് വരെ ഉണ്ടാകും. +1 +2 ആകുമ്പോ പെൺകുട്ടികൾ നമ്മുടെ കണ്ണിൽ നിന്ന് അകലത്തേക്കാവും. അവരുടെ പ്രായങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും, ശാരീരിക വളർച്ചയുണ്ടാകും.
മാനസികമായ മാറ്റമുണ്ടാവും. അവർ മെല്ലെ മെല്ലെ ചെറിയ പ്രണയത്തിനും അനുരാഗത്തിനും അവരും മുട്ടിട്ട് തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മീയതയുമായിട്ടുള്ളൊരു നേരിയ ബന്ധം പോലും അവർക്ക് അപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ മദ്രസ ഉണ്ടാവൂല. ഉണ്ടാവോ? ഒന്നും ഉണ്ടായിക്കണേ. മദ്രസ ഉണ്ടാവോ? പള്ളിയിലെ ഏതെങ്കിലും റമദാനിൽ എങ്ങാനും മയ്യത്ത് തുണി മേടിക്കാൻ പൈസയിലേക്ക് പിന്നെ പള്ളി കമ്മിറ്റി തീരുമാനിക്കണ ഒരു പിരിവിന്റെ വാതിന് 27-ാം രാവിലെ എങ്ങാനും വന്നാലായി. നമ്മൾ നമ്മുടെ സ്ത്രീകളുടെ ആത്മീയ വിദ്യാഭ്യാസവുമായി ചേർത്ത് നടത്തുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞാനൊരു വലിയ പ്രസംഗത്തിലോട്ട് കടന്നു പോണില്ല. ഞാനും ചെറിയ അസ്വസ്ഥതയുണ്ട്. 2 ദിവസമായിട്ട് നല്ല പനിയാണ്. ശബ്ദം കഫത്തിന് നല്ല പ്രശ്നമാണ്. ഞാൻ മിനിങ്ങാന്ന് പെരിന്തൽമണ്ണയിൽ പ്രസംഗത്തിന് പോയി, പനി പിടിച്ചു. അവിടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇന്നലെ അവിടെ നിന്ന് എഴുന്നേറ്റാണ് ഈരാറ്റുപേട്ട പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിൻ്റെതായ ഡോക്ടർ ഒരു 2-3 ദിവസം അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. പക്ഷെ എങ്ങനെ അഡ്മിറ്റ് ആവും? ഇവിടെ പരിപാടി ഏറ്റിട്ട്. അതുപോലെ നാടുവാണ്, വേറെ എവിടെയിലാണ് വരൂല എന്ന് വിളിച്ചു പറയാം. നാടിൻ്റെ പരിസരത്താകുമ്പോൾ പിന്നെ ആ ദുഷ്പേരൊന്നും അങ്ങനെ തന്നെ നയിക്കും. അതുകൊണ്ട് എനിക്ക് ഞാൻ പിന്നെ അത് ആദ്യമേ പറയാത്തത് കയറി ഉടനെ പനിയാണ്, കഫമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞൊരു സദസ്സിനെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യാശയിൽ ഞാൻ പറയണം. ഈ സംസാരിക്കുമ്പോൾ കഫം ഇങ്ങനെ വല്ലാതെ വരും, നല്ല പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരമാവധി സഹകരിച്ചിരുന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. വെറുതെ കൂടുതൽ ഇങ്ങനെ നീട്ടിപ്പരത്തി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്നിപ്പോ എല്ലാവരും എന്നോട് ഈ അടുത്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഇനിയൊന്നും വാതിലൊന്നും ഉണ്ടാവില്ല, വാതിൽ കേൾക്കാൻ ഒരാളും വരില്ല, മതം ആർക്കും വേണ്ട, ഭൗതികവാദം നിരീശ്വരവാദം ശക്തിപ്പെടുകയാണ്, അതുകൊണ്ട് ഇനി അറബി കോളേജുകളൊന്നും പഠിക്കാൻ ആളുണ്ടാവില്ല. ഈ പോക്ക് പോയ ദറസിലൊക്കെ ഇനി പഠിക്കാൻ കുട്ടികൾ വരുമോ? എന്താ ഉസ്താദന്മാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താ? ഈ പോക്ക് പോയാൽ ഇനി ദറസിൽ മുത്തലിങ്ങൾ ഉണ്ടാവൂ, മദ്രസ കുട്ടികൾ ഉണ്ടാവൂ? നഖത്തിന്റെ 4-1 പോലും വലിപ്പമില്ലാത്തൊരു ചിപ്പിന്റെ ഉള്ളിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മുഴുവനും വാതിൽ തുറക്കാൻ കാത്തിരിക്കുന്ന ഒരു കാലത്ത് ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലിലൂടെ ഒരു വിരളമത്തിയാൽ ബ്രിട്ടീഷ് ലൈബ്രറിയുടെ 10ാമത്തെ റാക്കിലിരിക്കുന്ന പുസ്തകം എനിക്കിവിടെ ഇരുന്ന് ഈ വായന നടത്താൻ പറ്റുന്ന ഒരു കാലത്ത് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ അണിനിരന്ന ലൈബ്രറിയിലെ കിതാബുകൾ മുഴുവനും എൻ്റെ ഈ 4 ഇഞ്ച് വലിപ്പമില്ലാത്ത ഈ ഫോണിന്റെ സോഫ്റ്റ്വെയറിന്റെ ഒരു ആപ്പിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന കാലത്ത് രാത്രിയിൽ 10 മണിക്ക് കിടക്കാൻ നേരത്ത് വിശക്കുന്നു എന്ന് തോന്നിയാൽ നമ്മൾ സാധാരണ പറയും ഭാര്യയോട്, നീ ആ ഇരിക്കണ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് 2 ദോശ ചുടാൻ. ഭാര്യ സന്തോഷത്തോടെ പോയി ചുട്ടുതരും. ഇത് 10 മണിക്ക് 11 മണിക്ക് വിശപ്പ് തോന്നിയപ്പോൾ തിരിഞ്ഞു നോക്കിയോ ഭാര്യ കൂർക്കം വലിച്ച് ഉറക്കുക. അപ്പുറത്തിരിക്കുന്ന ഫോൺ എടുത്തിട്ട് ആപ്പ് തുറന്നാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ആവി പറക്കുന്ന ഭക്ഷണവുമായി ഭാര്യയേക്കാൾ സ്നേഹത്തോടെ ഡെലിവറി പോയി നമ്മുടെ വീടിന്റെ കതകിനെ വിട്ടി വിളിക്കുന്ന ഒരു പുതിയ കാലത്ത് എല്ലാം ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലത്ത് ഇനി ഹാഫിളാവാൻ കുട്ടികളെ വിടൂ? ദറസിൽ മക്കളുണ്ടാവൂ? അറബി കോളേജുകളൊക്കെ അടയ്ക്കേണ്ടി വരൂലേ? എന്തിനാ മാലിക് ദീനാറൊക്കെ പുതിയത് തുടങ്ങണത്? നാദിയ വിമൻസ് അക്കാഡമി തുറന്നു. ഏത് കാലത്ത്? ആണ് പ്രസവിക്കാൻ തീരുമാനിച്ച കാലത്ത്. പെണ്ണിന് പ്രസവം എടുത്തു, ആണ് പ്രസവിക്കാൻ പോയ കാലത്ത്. എന്റെ പൊന്നു മനുഷ്യന്മാരെ, ആരാ നിങ്ങളോട് പറഞ്ഞത് ആണ് ഗർഭം ധരിച്ചെന്ന്? ഗർഭം ധരിച്ചത് പെണ്ണാണ്. അവളുടെ സ്തനങ്ങൾ മുറിച്ചു മാറ്റിയത് കൊണ്ട് മാത്രം അവൾ പെണ്ണല്ലാതായി മാറുമോ? അവളുടെ ഗർഭപാത്രം, അതിന്റെ ഉള്ളിലെ സ്ത്രീയുടെ ബയോളജിക്കലായിട്ടുണ്ടാകുന്ന എല്ലാ സവിശേഷതകളും നിലനിൽക്കെ സ്തനങ്ങൾ മാത്രം മുറിച്ചു മാറ്റിയ ഒരു പെണ്ണ് ഗർഭിണിയായപ്പോ സ്തനവും മുറിച്ച്, മുമ്പും മുറിച്ച്, ബാക്കും മുറിച്ച്, മുടിയും മുറിച്ചപ്പോ അത് ആടാണ് എന്ന് ലോകത്തോട് പറയുന്ന ആളുകളോട് ലോകാവസാനം വരെ പണിയെടുത്താലും
നാസയും യൂണിവേഴ്സിറ്റികളും പണിയെടുത്താലും ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ലോകത്തിന്റെ സൂപ്പർ ഡിസൈനറായ അള്ളാഹുവിന്റെ സെട്ടിപ്പിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും ലോകത്തൊരാൾക്ക് സാധ്യമല്ല. ആണിനെ പെണ്ണാക്കാനോ പെണ്ണിനെ ആണാക്കാനോ. കാരണം ഇതിനെ ഡിസൈൻ ചെയ്തതാരാ? ആണിനെ പെണ്ണിനാണാകണമെങ്കിൽ സ്ഥലം മുറിച്ചു മാറ്റണം, പെണ്ണിന് സ്ഥലം വേണമെന്നും ആണിനത് വേണ്ടെന്നും ഡിസൈൻ ചെയ്ത ചിത്രകാരനാരാ? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ലോകത്തിന്റെ സൂപ്പർ ഡിസൈനർ അത് അല്ലാഹുവാണ്. അവനാണ് ഡിസൈനർ. ആ ഡിസൈനിനപ്പുറത്തേക്ക് ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ, അവൻ ചെയ്ത ഡിസൈൻ ചെത്തി മാറ്റാനല്ലാതെ പിന്നെ വെച്ചു പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ കാലത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതിനകത്തൊക്കെ കുട്ടികളെ കിട്ടുമോ? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ, ഏറ്റവും കൂടുതൽ മുത്തഅല്ലിമീങ്ങൾ ദറസ് പഠിക്കാൻ വേണ്ടി ആലോചിച്ചു വരുന്ന കാലം ഇപ്പോഴാണ്. ഇപ്പൊ കുട്ടികൾ, എല്ലാ രക്ഷകർത്താക്കളും കുട്ടികളെ ഏതെങ്കിലും ഹാഫിളാക്കണം, ആലിമാക്കണം, അത് 2 വിദ്യാഭ്യാസവും എവിടെയെങ്കിലും കിട്ടുന്നെങ്കിൽ വാങ്ങിക്കണം എന്ന ഒരു കാലത്തിലേക്ക് എത്തി. കാരണം വീടിന്റെ ഉള്ളിൽ എല്ലാമുണ്ട്, സമാധാനം മാത്രമില്ല. നമ്മുടെ വീടിന്റെ ഉള്ളിൽ എല്ലാമുണ്ട്, ഇല്ലാത്തതെന്താ? സമാധാനമില്ല. മക്കളെ കൊണ്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ വാപ്പ. ഞാനൊക്കെ കാഞ്ഞാറാണ് താമസം, എന്റെ വീട് കാഞ്ഞാറാണ്. എന്റെയൊക്കെ ഉമ്മാടെ ജോലി വീടിന്റെ പുറകിൽ നിന്ന് നോക്കിയാ മതി, പോയി ആറ്റി ചാടുന്നുണ്ടോ എന്ന് നോക്കിയാ മതി. വേറെ ഞങ്ങൾ വേറെ എടുത്തോട്ടും പോവാനില്ല. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉമ്മാന്റെ ജോലി അവന്മാരെങ്ങാനും വെള്ളം കുടിയിക്കണ സമയത്ത് പുഴയിൽ പോയി ചാടുന്നുണ്ടോന്ന് നോക്കിയാ മതി. പുഴയിലല്ല, വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ഉമ്മ സ്വസ്ഥമായിട്ട് ഉറങ്ങും. കാരണം എന്താ? അവനപ്പുറത്തെ റൂമിലെ കട്ടില് പാവിരിച്ചിട്ട് ഇറങ്ങുന്നുണ്ടാകും. ഇന്ന് ഉമ്മായും വാപ്പായും പുഴ വീണെന്ന് നോക്കിയാൽ മതി. ഏതൊക്കെ കുഴി വീണെന്ന് നോക്കണം മക്കളെ. പ്രായബുദ്ധിയായ പെമ്മക്കള് വീട്ടിലുണ്ടെങ്കിൽ രാത്രി ഉമ്മാക്ക് ഉറക്കാൻ പറ്റുമോ? അപ്പുറത്തവളുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഉമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയില്ല, വാപ്പക്ക് ഉറങ്ങാൻ കഴിയില്ല. ഒരു മൊബൈൽ ഫോണുമായി മോൻ വെളിയിലോട്ട് ഇറങ്ങിയാൽ പിന്നെ വാപ്പാക്ക് ആദിയാണ്. എന്റെ ഉമ്മ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പലചരക്ക് സാധനം വാങ്ങിക്കാനുള്ള പൈസയിൽ നിന്ന് കാഞ്ഞാട്ടിലേക്ക് പറഞ്ഞു വിടും. തിരിച്ചു വരുന്നത് വരെ അവർക്കൊരു വേവലാതിയില്ല. കാരണം എന്താ? കൃത്യമായി കണക്ക് കൂട്ടി തന്ന പൈസ. അതുകൊണ്ട് എങ്ങോട്ട് ഓടാനാണ്? 9:30 VPMS വന്നാൽ അതിനകത്ത് കയറിയ തൊടുപുഴ വരെ എത്തും. അതിനപ്പുറത്തോട്ട് പോവോ? പോവില്ല. പക്ഷേ രാത്രിയിൽ വീടിന്റെ 4 കതകും കുച്ചിയിടാതെ ഇന്നൊരു വാപ്പയ്ക്ക് ഉമ്മക്ക് ഉറങ്ങാൻ പറ്റൂ. മിനിങ്ങാന്ന് 17 വയസ്സുകാരൻ ചാവക്കാട് നിന്ന് ഇറങ്ങിപ്പോയി അനസ്. വാപ്പയുമ്മയും അവനെ കാത്തിരുന്നു. വന്നിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോ 6 നില കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത 17 വയസ്സുകാരൻ മകന്റെ മയ്യത്താണ് വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ എത്തിയത്. മാതാപിതാക്കളെ കട്ടപ്പെടാനേ നമുക്ക് കഴിയൂ. സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത വിധം അസ്വസ്ഥതകൾ നമ്മളെ പിടികൂടുമ്പോ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മടക്കം വീണ്ടും ആത്മീയതയിലേക്കാണ്. ഇനി ഞാൻ പറയുന്നു, നിങ്ങൾ തെറ്റോളി, ഏറ്റവും കൂടുതൽ ആളുകൾ ഇനി മടങ്ങുന്നത് ആത്മീയതയിലേക്ക്. ഭൗതികതയ്ക്ക് ഒരു എൻഡുണ്ട്. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് അടിച്ച് തീർക്കാം. ഒരു വർഷം കഴിയുമ്പോ ഭർത്താവ് തന്നെ ചിന്തിക്കും, സമാധാനം ഇല്ലല്ലോ ഉടച്ചോനെ. ആടാം, പാടാം, രസിക്കാം, ചിരിക്കാം. എത്ര വരെ? ഏതുവരെ? എവിടം വരെ? ഇതിനെല്ലാം ഒരു അവസാനമുണ്ട്. ആ അവസാനമാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് അടിക്കടി പറഞ്ഞു തന്നത്. നന്മകളുടെ ഭാഗത്തേക്ക് തിരിയാൻ ആളുകൾ ഉണ്ടാവും. അല്ലാഹു നമ്മളെ അവിടേക്ക് എത്തിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ അവിടേക്ക് എത്തിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമ്മളെ അവിടേക്ക് എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഏതാണ്? മഹാനായ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വഫാത്താകാൻ വേണ്ടി കിടക്കുന്ന നേരം, റൂഹ് വിട പറയാൻ പോകുന്ന നേരം, തന്റെ ആത്മാവേ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന നേരം, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എനിക്ക് ശബ്ദത്തിന് നല്ല പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് സഹകരിച്ചാലും നമുക്ക് മുമ്പോട്ട് പോവാം. നിങ്ങൾ ഒരനക്കവും ഇല്ലാതെ ബൈനൽ ഹയ്യ വൽ മയ്യിത്തായിട്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഇതെന്താ അടിപാടായത്? ഒരുമാതിരി പെടാപ്പാട് പെടണമാതിരി. നമ്മുടെ സദസ്സിനൊരു ജീവനുണ്ടല്ലോ. ഇന്ന് റജബ് 27 പുണ്യമായ ദിനരാത്രങ്ങളുടെ പരിശുദ്ധമായ ഇടങ്ങളിലൂടെ ഇങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവാൻ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ബിഹഖി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ്. മഹാനായ സയ്യിദനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു 34 വയസ്സ് പ്രായമാണ് മഹാനവറുകൾക്ക്. മഹാനവറുകൾ വഫാത്തിന്റെ സമയമാകുമ്പോ പ്രിയപ്പെട്ട വേലക്കാർ മകളോട് പറഞ്ഞു, മകളെ വെളിയിലോട്ടിറങ്ങി ഒന്ന് നോക്കുക. ഹൽ തലഅൽ ഫജ്റു, പ്രഭാതം വെളിയായോ? പ്രഭാതം വരാറായോ? സുബഹിയുടെ നമസ്കാരത്തിന് സമയമായോ? സക്കറാത്തിന്റെ വേദനയിലും മരണവേദനയിലും പെടയുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ മകൾ പോയിട്ട് പറഞ്ഞു, ഉപ്പാ ഇല്ല ഇല്ല, ഫജ്ർ വെളിവായിട്ടില്ല. ആ സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിനകത്ത് മുആദ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുമ്പോ മഹാനായ സയ്യിദുനാ മുആദ് കുറെ കഴിഞ്ഞപ്പോ മകള് വന്ന് പറഞ്ഞു, ഉപ്പാ അതാ ഫജ്ർ വെളിവായി, സുബഹിയുടെ സമയമായി. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹാദസ് സബാഹി ഇലന്നാർ. പടച്ചവനെ, നരകത്തിലേക്ക് പോയി അവസാനിക്കുന്ന ഈ പ്രഭാതത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു റബ്ബേ. ഈ പ്രഭാതം പോയി അവസാനിക്കുന്നത് നരകത്തിലേക്കാണെങ്കിൽ ഈ പ്രഭാതത്തെ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാ. ഈ പ്രഭാതത്തിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ആ പ്രഭാതം തീരുന്നതിന് മുമ്പാണ് എന്റെ മരണമെങ്കിൽ, ആ മരണം എന്നെ നരകത്തിലേക്ക് എത്തിക്കുമല്ലോ റബ്ബേ. പടച്ചവനെ അല്ലാഹുവേ, ഞാൻ നിന്നോട് ഈ പ്രഭാതത്തെ തൊട്ട് കാവലിനെ തേടുകയാണെന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾക്ക് രോഗം മൂർച്ഛിച്ചെന്നറിഞ്ഞപ്പോ സഹാബത്തുകൾ കാണാൻ വന്നു. ഹബീബായ നബി തങ്ങളുടെ സഹാബത്തുകൾ പ്രിയപ്പെട്ട സഹാബിയെ കാണാൻ വന്നു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് രോഗബാധിതനാണ്, പ്ലേഗ് വന്നിട്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ആ പ്ലേഗ് വന്ന് വലത്തെ കൈത്തണ്ടയിൽ ഒരു മുഴ ഇങ്ങനെ വലുതായി. ആ മുഴയുടെ വേദനയിൽ മഹാനവറുകൾ പെടയുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കൊണ്ട് സഹാബത്ത് പറഞ്ഞു, മുആദേ മുആദേ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങളുടെ രോഗം ശിഫയാക്കി തരട്ടെ എന്ന് സഹാബത്തുകൾ ദുആ ചെയ്തപ്പോ പ്ലേഗ് ബാധ വന്ന കൈത്തണ്ടയിലും മുഴ വന്ന സഖ്യമായ വേദനയിൽ പെടയുമ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് സഹാബത്തിന്റെ ദുആയാണത്, അല്ലാഹു നിങ്ങളുടെ രോഗത്തെ ശിഫയാക്കി തരട്ടെ. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, എന്റെ രോഗം എനിക്ക് ഭേദമാകണ്ട. ഇങ്ങനെയാണ് ആത്മീയ പരിസരത്തിന്റെ വീരാത്മാക്കൾ ഉണ്ടാവുക. മലൽതു ദുനിയാ, ഈ ദുനിയാവിൽ ജീവിച്ച് ഞാൻ മടുത്തുപോയി, എനിക്ക് ഈ ദുനിയാവിന് വേണ്ട. ഈ രോഗം അല്ലാഹുവേ അല്ലാഹുവേ, ഈ രോഗത്തെ വലുതാക്കി, ഈ രോഗത്തിന് നീ എന്റെ മരണം നൽകണേ അല്ലാഹുവേ. നമ്മളൊക്കെ രോഗ ശിഫയാവാൻ ദുആ ചെയ്യുന്നവരല്ലേ. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ ഈ രോഗത്തെ വലുതാക്കിയിട്ട് എന്റെ മരണത്തെ നീ എളുപ്പമാക്കി തരണേ അല്ലാ. എനിക്ക് നിന്റെ അടുക്കലേക്ക് വരാൻ കൊതിയായി. എന്റെ ഹബീബ് പോയല്ലോ, എന്റെ ഖലീൽ പോയല്ലോ, എന്റെ സിദ്ദീഖ് പോയല്ലോ, എന്റെ ഫാറൂഖ് പോയല്ലോ.
പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും പോയി, എൻ്റെ പ്രിയപ്പെട്ട ഹബീബും പോയി. ഇനി എനിക്ക് എൻ്റെ ഹബീബിന്റെ അടുക്കലേക്ക് വരണം. എന്നിട്ട് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു ദുനിയാ, പടച്ചവനെ ഞാൻ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടത് ഇല്ല അല്ലാഹുവേ. ഈ ദുനിയാവിലേക്ക് ഞാൻ ആയുസ്സിനെ ചോദിച്ചത്, ഒരു ജീവിതം നീ എനിക്ക് തന്നത്. ആ ജീവിതത്തിൽ എന്റെ ഇഷ്ടം എന്താണെന്നറിയോ റബ്ബേ? എന്റെ ഇഷ്ടം വലാലിബിനാഇൽ ഖുസൂർ, വലിയ വലിയ കൊട്ടാരങ്ങൾ വെക്കാനല്ല, വലാലി സർവിൽ അൻഹാർ, വലിയ വെള്ളച്ചാട്ടങ്ങൾ ഒഴുക്കാനല്ല, വലിയ വലിയ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാനല്ല. മരണക്കടക്കയിൽ കിടന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചുബിത യൗവനമേ, ആരുടെ വാക്കാണെന്നറിയോ? 34 വയസ്സ് പ്രായമുള്ള കരികരുത്ത യൗവനത്തിലാണ് മരണം വരുന്നത്. ആ 34ാമത്തെ വയസ്സിൽ മുആദ് റളിയല്ലാഹു അൻഹു ആർജിച്ച ഒരു പദവിയുണ്ട്, അഇലമുഹും ബൈനൽ ഹലാലി വൽ ഹറാം. അന്ന് മദീനയിൽ ജീവിച്ചിരുന്നവര് ഹലാലും ഹറാമും തമ്മിൽ തിരിച്ചറിയാവുന്ന ഏറ്റവും വലിയ ആലിമായിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് കഴിയുമോ 34ാമത്തെ വയസ്സിൽ ഇത് അനുവദനീയമാണ്, ഇത് അനുവദനീയമല്ല, ഇത് കറാഹത്താണ്, ഇത് തഹ്രീമിന്റെ കറാഹത്താണ്. മുആദ് റളിയല്ലാഹു അൻഹു 34ാമത്തെ വയസ്സിൽ പാണ്ഡിത്യത്തിന്റെ ഗരിമ കയറി. അഇലമുഹും ബൈനൽ ഹലാലി വൽ ഹറാം, ഹലാല് ഹറാമുകളെ കുറിച്ചറിയാവുന്ന മദീനയിലെ ആലിമാണ്. വസാബിഖു ഉലമായി ഫിൽ ജന്ന, നാളെ ലോകത്തിലെ ഏറ്റവും വലിയ ആലിമ് സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് എന്റെ മുആദ് സ്വർഗത്തിലെത്തുമെന്ന് ഹബീബ് പറഞ്ഞ മുആദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഈ ദുനിയാവിൽ വന്നത് എന്തിനെന്നറിയോ? വലാലി ബിനാഇൽ ഖുസൂർ, വലിയ കെട്ടിടങ്ങൾ കെട്ടാനല്ല, വലാലി ദർവിൽ അൻഹാർ, വലിയ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാക്കാനല്ല. ഞാൻ ഇവിടെ വന്നത് എന്തിനെന്നറിയോ? ഇല്ലാലി സലാസ്, എന്റെ ജീവിതത്തിൽ 3 ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ലിമുആമലത്തിൽ ഉലമായി മഅ ദിക്രി, വലിയ വലിയ ആലിമീങ്ങളോട് സഹവസിക്കുക, അവരുടെ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുക, വലിയ വലിയ ആലിമീങ്ങളോടുള്ള സുഹബത്ത് ഉണ്ടാവുക. ഇതിനാണ് ഞാൻ വന്നതെന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയാ. എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് 3 കാര്യങ്ങളാ. ഒന്ന് ഉലമാക്കളോടൊത്ത് സദസ്സിന് പങ്കെടുക്കുക, രണ്ടാമത് നല്ല ചൂടുള്ള ദിവസത്തിൽ നോമ്പ് പിടിക്കുക, 3 ഖിയാമുൽ ബില്ലൈൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. ഈ 3 ആഗ്രഹമല്ലാതെ എനിക്കൊരാഗ്രഹമില്ല റബ്ബേ. അല്ലാഹുവേ, ഇല്ലാ ലിമുആമലത്തിൽ ഉലമാ മഅ ദിക്രി, ആ ഉലമാക്കൾ ദിക്ർ ചൊല്ലുമ്പോ അവരുടെ കൂടെ ഇരുന്നിട്ട് എനിക്ക് പങ്കാളിയാവുക. ഞാനത് സാധിച്ചു റബ്ബേ. ലോകത്തിലെ ഏറ്റവും വലിയ ആലിമായ എന്റെ ഹബീബിന്റെ കൂടെ മദീനത്തിരിക്കാൻ എനിക്ക് എന്റെ റബ്ബ് ഭാഗ്യം നൽകി. നട്ടുച്ച നേരത്ത് ഞാൻ നോമ്പ് പിടിച്ചു. വഖിയാമുൽ ബില്ലൈലി, രാത്രി എഴുന്നേറ്റ് എന്റെ ഹബീബിന്റെ കൂടെ നിസ്കരിച്ചു. ഇനി എനിക്ക് എന്താഗ്രഹമാണ്? അല്ലാഹുവേ അല്ലാഹുവേ, ഇനി എനിക്ക് ഈ ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അത്രേ. സഹോദര സഹോദരി, 1000 ആഗ്രഹങ്ങളും 1000 സന്തോഷങ്ങളും 1000 സ്വപ്നങ്ങളുമായി നാം ഇവിടെ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന ഖൈറുകളാവണം, പടച്ചവനിലേക്ക് അടുപ്പിക്കുന്ന നന്മകളാവണം. അല്ലാഹു നമ്മളെ നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്ക് നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഓരോ സമൂഹവും, ആണാകട്ടെ പെണ്ണാകട്ടെ, എല്ലാവരും നന്മയിലോട്ടടുക്കുമ്പോഴാണ് സമൂഹം നന്നാവുക. ആ നന്മകളിലേക്ക് ഒരു ഉമ്മത്തിനെ കൊണ്ടുവരാനുള്ള സമുച്ചയമാണ് ഈ കാണുന്ന അറബി കോളേജുകളും വിമൻസ് അക്കാഡമിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ, നന്മകളിലേക്ക് വരണം, നന്മകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടാകണം. മഹദിയായ
അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ ഒരു കവറ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ കവറ് എല്ലാവരും തിരിച്ചു കൊടുക്കുക. അതിനകത്ത് വെറുതെ അല്ല, കാലിയായിട്ടല്ല, പൈസ ഇട്ടിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിനും ഇതിൻ്റെ സംഘാടനത്തിനും ധാരാളം ചെലവുകളുണ്ട്. ആ ചെലവുകൾക്ക് വേണ്ടി ഒരു നല്ല ഹദിയ അതിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദക്ക ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദിസുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന എല്ലാ സദക്കകളും ചെയ്യേണ്ട റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു 3 സ്വലാത്തിൽ സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദഖകൾ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. അവരേതാഗ്രഹത്തോടെ ചെയ്യുന്നുവോ ആഗ്രഹങ്ങളെ നീ സബലീകരിക്കണേ റഹ്മാനെ, സബലീകരിക്കണേ റഹ്മാനെ. കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യതകൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗങ്ങളെ നീ ശിഫയാക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു. മഹദിയായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഹിജ്റ ഹബശയിലേക്ക് മഹാനായ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഭാര്യ റുമൈസ റളിയല്ലാഹു അൻഹ, അവര് രണ്ടുപേരും ഹിജ്റ പോയി. ആദ്യത്തെ ഹിജ്റ സംഘത്തിൽ പോകുന്നത് എത്തോപ്യയിലേക്കാണ്, ആഫ്രിക്കയിലേക്ക്. ആദ്യമായി കടല് കടന്നിട്ടുള്ള ഹിജ്റയാണത്. സഹാബാക്കളുടെ ഇടയിൽ ആദ്യമായി കടല് കടന്നവർ ഇതേവരെ കടല് കടന്നിട്ടില്ല. കപ്പലിലേറിയുള്ള യാത്ര ഇന്നത്തെ പോലെ സൗകര്യമുള്ള കപ്പലല്ല. ആ കപ്പലിൽ 80ഓളം ആളുകൾ. ആ കൂട്ടത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു, മഹദിയായ ഉമൈസ റളിയല്ലാഹു അൻഹ, അവരുടെ കുഞ്ഞുമായിട്ട് ആ കൈക്കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് ദിവസങ്ങളോളം ഭാഷയറിയാത്ത പരിചിതമല്ലാത്ത ആഫ്രിക്കയിലേക്ക് ഹിജ്റ പോയടാൻ. ഞാൻ പറയുന്നത് ഒരു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചരിത്രത്തിന്റെ റുമൈസാകുമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വൈജ്ഞാനിക വിപ്ലവത്തിന്റെ മേഖലകൾക്ക് തിരികൊളുത്തണം. അവരവിടെ നിന്ന് മാസങ്ങളോളം സഞ്ചരിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ജഅഫറേ എത്തോപ്യയിലേക്ക് ഹിജ്റ പോയിക്കൊള്ളുക. സഹോദര, ആരാരുമില്ലാത്ത സർവ്വതും മക്കയിൽ ഉപേക്ഷിച്ച് ആഫ്രിക്കയിലേക്ക് കരുത്തിരുണ്ട്. ആഫ്രിക്ക, ഭാഷയറിയാത്ത ആഫ്രിക്ക, പരിചിതരായ ഒരാൾ പോലുമില്ലാത്ത ആഫ്രിക്കയിൽ 60ഓളം വരുന്ന സഹാബത്തുകൾ അവരുടെ കുടുംബസമേതം എത്തോപ്യയിലേക്ക് ഹിജ്റ പോയി. പക്ഷേ മക്കയെ കുറിച്ചുള്ള അറിവില്ല. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് പറ്റിയെന്നറിയില്ല. ഹബീബിന്റെ അവസ്ഥ അറിയില്ല. അങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം ആ ഇരുണ്ട ആഫ്രിക്കയിൽ അവരിങ്ങനെ കഴിച്ചു കൂട്ടുമ്പോ ഞാൻ ആ ചരിത്രം പറയലല്ല, അവസാനമാണ് അറിയുന്നത് ഹബീബായ നബി തങ്ങൾ ഹിജ്റ ചെയ്തു മദീനത്തെത്തിയിട്ടുണ്ട് എന്ന്. മക്കയിലെ പീഡനങ്ങൾ അവസാനിച്ചല്ലാണ്ട് റസൂല് മദീനയിൽ വന്നെന്നറിഞ്ഞപ്പോ മഹദിയായ ഉമൈസ റളിയല്ലാഹു അൻഹ ആ ഹിജ്റ പോയ സംഘം മദീനയിലേക്ക് എത്തി. ഹബീബായ നബി തങ്ങളെ കണ്ടിട്ട് മാസങ്ങളായി. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ദീർഘനാള് കട്ടപ്പാടുകൾ സഹിച്ച് യാത്ര ചെയ്തു മദീനയിൽ വന്നപ്പോ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ ഹബീബില്ല. റുമൈസ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോ ആ
ആരോ പറഞ്ഞ് ഹഫ്സ ബീവിയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂലുണ്ടെന്നറിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട ഹബീബിനെ കാണാനുള്ള ആഗ്രഹത്തോടെ മഹദിയായ റുമൈസ റളിയല്ലാഹു അൻഹാ നേരെ ഹബീബിന്റെ വീട്ടിൽ വന്നപ്പോ ഹഫ്സ ബീവിയുടെ വീട്ടിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ ഹഫ്സ ബീവിയുടെ വീട്ടിലുമില്ല. ഹഫ്സ ബീവി ഇങ്ങനെ ഹിജ്റയുടെ ആഫ്രിക്കയുടെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സമയത്താണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പിതാവായ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നത്. നോക്കിയപ്പോ അവിടെ റുമൈസ ബീവി ഇരിക്കുന്നുണ്ട്. മഹദിയോട് ചോദിച്ചു, മകളോട് ചോദിച്ചു, ഉമറേ ഇതാരാണ് ഇരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹഫ്സ ബീവി പറഞ്ഞു, ഉപ്പോ ഇത് റുമൈസ റളിയല്ലാഹു അൻഹയാ, ഇവരാണ് എത്തോപ്യയിലേക്ക് ഹിജ്റ പോയവരിൽ പെട്ടടാ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഓ വഹശിയത്തു ഹാദിഹി, ആ എത്തോപ്യയിലേക്ക് പോയ പെണ്ണാണോ ഇത് എന്ന് പറഞ്ഞപ്പോ റുമൈസ ബീവി ഇരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു റുമൈസ ബീവിയോട് പറഞ്ഞു, റുമൈസ ആദ്യമായി എത്തോപ്യയിലേക്ക് ഹിജ്റ പോയി എന്നതിൽ നിങ്ങൾ വലിയ ഞെളിവിരി കൊള്ളണ്ട. കാരണം രണ്ടാമത് ഞങ്ങളാണ് മദീനയിലേക്ക് ഹിജ്റ വന്നത്. ഹാജർനാ മഅ റസൂലില്ലാഹ് സബഖനാകും ബിൽ ഹിജ്റതി മഅ റസൂലില്ലാഹ്. ഞങ്ങൾ ഹിജ്റ വരുമ്പോ ഞങ്ങളുടെ കൂടെ അല്ലാഹുവിന്റെ റസൂലുണ്ട്. നിങ്ങൾ എത്തോപ്യയിലേക്ക് പോയപ്പോ കൂടെ ഹബീബില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ ഹിജ്റക്കാണ് പ്രതിഫലം കൂടുതലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ റുമൈസ ബീവിക്ക് സങ്കടം വന്നു. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ പ്രശ്നമായി. ഉമർ റളിയല്ലാഹു അൻഹു റുമൈസയോട് പറഞ്ഞു, റുമൈസ ബീവിയോട്, ഞങ്ങളുടെ കൂടെ നബി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ഹിജ്റക്കാണ് പ്രതിഫലം കൂടുതൽ, അല്ലാഹുവിന്റെ റസൂൽ കൂടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എത്തോപ്യയിലേക്ക് പോയതിന് പ്രതിഫലം കുറവാ. നമുക്ക് ആർക്കെങ്കിലും വല്ല ബേജാറുണ്ടോ പ്രതിഫലം കുറവായാൽ? തൊപ്പിയിട്ട് നിസ്കരിച്ചില്ല, പ്രതിഫലം കുറവാ, കിട്ടണ മതി. പള്ളിക്കലെ ഖത്തീബ് പറഞ്ഞു, തലമറച്ചിട്ട് നിസ്കരിച്ച പ്രതിഫലം കൂടുതലാ, വേണ്ട കിട്ടണ മതി. നമ്മളെല്ലാവരും കിട്ടണത് മതി എന്നുള്ള ആളുകളാണ്, ഉള്ളത് മതി. ലോകത്തുള്ള മുഅ്മിനീങ്ങൾ 3 വിഭാഗമാണ്. ثم أورثنا الكتاب الذين اصطفينا, ഞാനല്ല ഖുർആൻ. فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. 3 വിഭാഗം ആളുകളാണ്. ഒന്ന് ഫമിൻഹും ലാലിമുൻ ലിനഫ്സി, തമ്മാടിത്തരം ചെയ്ത് ജീവിക്കണവർ. രണ്ടാമത്തേത് ഫമിൻഹും മുഖത്തസിദ്, എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളതൊക്കെ മതി. ഫമിൻഹും, നമ്മൾ മുഖത്തസിദീങ്ങളാണ്. മുഖത്തസിദ് എന്ന് പറഞ്ഞാൽ കരിക്കലുണ്ട്, അത് മതി. നോമ്പുണ്ട്, അത് മതി. ഉള്ളത് കൊണ്ട് ഇത് മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ. മൂന്നാമത്തേത് ഫമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, എന്തൊക്കെ ഖൈറുകൾ സമ്പാദിക്കാൻ പറ്റുമോ അതിനു വേണ്ടി ഓടി നടക്കണം. നമ്മളിനകത്ത് ഏതാ മനുഷ്യന്മാരെ? എന്റെ പൊന്ന ഹബീബിങ്ങളെ, നമ്മളിനകത്ത് ആരാ? മുഖത്തസീദ്. എടാ റജബ് 27 പിടിയിടാ, വെള്ളിയാഴ്ച രാവായുണ്ട്, അല്ലെ തിങ്കളാഴ്ച രാവായുണ്ട്, പതിവലും അത് ഇതൊരുമില്ല, ഖുർആനിലും ഒന്നും വേണ്ട. ഞാൻ ഹദീദ് നോക്കിയിട്ടുമില്ല, ഖുർആനിൽ നോക്കിയിട്ടുമില്ല, വേണ്ട. എടാ നിന്നേക്കാളും വലിയ 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 അഗ്രഗണ്യന്മാർ ഇത് പിടിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ട, അവർ പിടിക്കട്ടെ. ഇമാതിരി ഒരുമാതിരി അഴകൊടമ്മ മനുഷ്യന്മാരാകുമ്പോൾ ഇങ്ങനെയായ എവിടെ പോവാന്? പടച്ചോന്റെ സ്വർഗത്തില്. ഈ ദുനിയാവിന്ന് വിട പറഞ്ഞു പോയാൽ എങ്ങോട്ട് പോവാന്? നമ്മൾ മുഖത്തസിദീങ്ങളാകരുത്. പടച്ചോന്റെ ഫദ്ല് കൊണ്ടൊരു ഖൈർ ചെയ്യാൻ അവസരം കിട്ടിയാൽ ആ ഖൈർ ചെയ്യാനുള്ള അവസരത്തെ പരമാവധി പ്രയോജനം ചെയ്യണം.